ബിഗ് ബോസ് മലയാളം സീസൺ 7 അക്ബറും നെവിനും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം അക്ബർ പറയണ ഇപ്പം അവരെല്ലാം ഒരു ഗ്യാങ് ആയല്ലേ, ആദില, നൂറ, അനിമോള്, ഷാനവാസൊക്കെ ഒരു ഗ്യാങ് ആയിരിക്കുകയാണ് അല്ലേ എന്ന് നെവിനോട് പറയുന്നത്. കാരണം നമ്മളെക്കുറിച്ച് സാബുമാൻ പറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അനീഷിൻ്റെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി നമ്മളടുത്തോട്ട് വരും സാബുമാൻ. അപ്പം നെവിൻ അത് പറഞ്ഞപ്പോൾ അക്ബർ സമ്മതിക്കുന്നുണ്ട്, ശരിയാണ്, സാബുമാൻ അനീഷേട്ടൻ്റെയൊക്കെ കുറ്റം പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും, ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ആണെങ്കിൽ അനീഷും അനിമോളും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവൻ നമ്മളടുത്ത് വന്ന് പറയാറില്ലേ എന്ന് അക്ബർ നെവിനോട് പറയുന്നു. അപ്പം അക്ബർ പറയുന്നുണ്ട്, സാബുമാൻ പാവമാണ്, പക്ഷെ നമ്മളെന്തോ ആണ്, നമ്മൾ ചുമ്മാ വഴക്കാളികളാണ് എന്നുള്ള ഒരു ധാരണ അവനുണ്ട്. അപ്പം നെവിൻ പറയുന്ന, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, എനിക്ക് ഇവിടെ ഉള്ള ഒരുത്തൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് നെവിൻ പറയുന്നു. ഇനി എന്നോട് ആരെങ്കിലും കളിച്ചിട്ട് വന്നാൽ ഞാൻ എല്ലാത്തിനെയും വലിച്ച് കീറി വായിൽ ഗോതമ്പ് അവിടെ ഇരിപ്പുണ്ട്, അത് കുഴച്ച് ഞാൻ ഒട്ടിക്കുമെന്ന് പറയുന്നുണ്ട് നെവിന്. സാബുമാൻ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുന്നെങ്കിലും അവിടെ ഇവിടെയും നിന്ന് കേൾക്കുന്നത്, ഇപ്പം അനിമോളും ആദിലയും നൂറയും പറയുന്നത് കേട്ടിട്ട് ഇപ്പുറത്ത് വന്ന് പറയും. നെവിനും ആര്യനും അക്ബറും ഇരുന്ന് സംസാരിക്കുന്നത് അവിടെ ചെന്ന് പറയും. അവിടെ ഇവിടെ നല്ല ആൾ കഴിഞ്ഞ് നോമിനേഷനിലൊന്നും ആരും പെടുത്താതിരിക്കാനുള്ള ഒരു കളിയാണ് സാബുമോൻ്റെ. പിന്നെ ഇന്ന് അനീഷേട്ടനെ പറഞ്ഞതും ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് വന്നത് ലാലേട്ടന് പോലും ഇഷ്ടം. അങ്ങനെ നെവിനും അക്ബറും പറഞ്ഞ പോലെ ചെറിയൊരു കുത്തിത്തിരിപ്പിൻ്റെയൊക്കെ ഒരാളാണ് സാബുമോൻ. അങ്ങനെ ഇതാണ് ഇവർ തമ്മിൽ ലൈവിൽ നടന്ന ചർച്ച. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.